ഇവിടെ എപ്പോഴും തണുപ്പാണ്. മെയ്യൊക്കെ ആകുമ്പോഴത്തേക്ക് ചൂടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഏവക്കുട്ടിന് സ്നോ ഉള്ളതാണോ ഇഷ്ടം, സ്നോ ഇല്ലാത്തയാണോ ഇഷ്ടം? സ്നോ ഉള്ളാത്തയാണോ ഇഷ്ടം? അതെന്ത് വേടാ. വാവ്, ഇന്ന് നോക്കിക്കേ, എല്ലായിടം സ്നോ വീണ് മൂടി കിടക്കുകയാണ് അല്ലേ വിനോദേ? ഏപ്രിൽ 25 നമ്മളാണെന്നുണ്ടെങ്കിൽ കരുതി സ്നോ ഒക്കെ മാറി, വിന്റർ ഒക്കെ മാറി എന്നൊക്കെ കരുതിയിരുന്നതാ. ചെടികളും പൂക്കളും എല്ലാം കിളിക്കാൻ തുടങ്ങി, ജീവികളെല്ലാം വരാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എണ്ണീറ്റപ്പോഴത്തേക്ക് സ്നോ വീണ് മൂടി കിടക്കുന്നു. ഒരു 5 സെന്റിമീറ്ററോളം സ്നോ വീണിട്ടുണ്ടായിരിക്കും. രാവിലെ അങ്ങോട്ട് എണീറ്റ് നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര സർപ്രൈസ്. മൂത്രം ഒഴിക്കാനായിട്ട് എഴുന്നേറ്റതാ വെളുപ്പാൻ കാലത്ത്. വീക്കെൻഡ് ആയതുകൊണ്ട് കുറെ നേരം കൂടെ കിടന്ന് ഉറങ്ങാന്നൊക്കെ കരുതിയിരിക്കുവായിരുന്നു. വെളിയിലോട്ടൊന്ന് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് അബദ്ധം പറ്റിയതാണോ എന്തുവാന്ന് മനസ്സിലായില്ല. ഇവിടെ മുഴുവൻ സ്നോ വീണ് മൂടി ഓൾമോസ്റ്റ് വിന്റർ പോലെ ആയി. വിന്റർ തന്നെ വേണം പറയാൻ. നല്ല തണുപ്പും ഉണ്ട്, കാറ്റും ഉണ്ട്. പിന്നെ അതേ ഹേവക്കൂട്ടനാണെന്നുണ്ടത് സ്നോ ഉരുട്ടുന്നത് കണ്ടോ അവിടെ. അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ ചെടികളും കാര്യങ്ങളും ഒക്കെ മൂടിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഡാഫോഡിൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിതാ കണ്ടില്ലേ, ഇതെല്ലാം ചെടിച്ചട്ടിയിലായതുകൊണ്ട് അകത്ത് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സ്നോ മാറിയപ്പോഴത്തേക്ക് ഞാനെടുത്ത് വെളിയിലോട്ട് കൊണ്ടുവന്നതാണ് വെളിയിൽ വെക്കാനായിട്ട്. ഇപ്പം പെയ്യുന്നില്ല, ഇനി പകലെന്തായാലും പെയ്യുമെന്ന് തോന്നുന്നില്ല അല്ലേ? പക്ഷെ ഇതെല്ലാം മെൽറ്റായി പോകും. ഇത് ചിലപ്പോ ഇന്ന് വൈകുന്നേരം നാളെയും കൊണ്ട് മെൽറ്റായി പോകും. വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇനി സ്നോ വീഴാനുള്ള ചാൻസ് കുറവായി. 5 സെന്റിമീറ്റർ വീഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹെവി സ്നോയിങ് ആയിരുന്നു കേട്ടോ. അതെ, പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് ഏവക്കൂട്ടന് കളിക്കാൻ. ഇപ്പൊ ഡേ കെയറിലായിരുന്നെങ്കിൽ കുട്ടികളും ഒക്കെ ആയിട്ട് സ്നോയിൽ ഒത്തിരി നേരം കളിക്കായിരുന്നു. അവള് ചോദിക്കും അവിടെ ഫ്രണ്ടിന്റെ വീട്ടിലൊക്കെ വീണ് കാണുമെന്ന്. അപ്പൊ അവരല്ലേ ഇവിടെ തന്നെ ഉള്ളവരല്ലേ, അവരുടെ വീട്ടിലും വീണ് കാണും. പിന്നെ അതായത് കണ്ടോ, നമ്മൾ ബാക്കി ചെടികളൊക്കെ ഇവിടെ മൂടി വെച്ചേക്കാണ്. ഇത് തുലിപ്സ് ആണേ. തുലിപ്സ് ആണെന്നുണ്ടെങ്കിൽ ആറ്റ് നമ്മൾ കാത്തിരുന്ന് എല്ലാ ദിവസവും നോക്കും, കിളിർത്തോ എന്നിങ്ങനെ നോക്കിയിരിക്കുന്നതാണ്. എന്താ ഏവക്കൂട്ട? ഏവക്കൂട്ടന്റെ ഫോൺ ഒന്ന് കാണിക്കാനായിട്ട്. ഇതിന്റെ അടിയിൽ തുലിപ്സ് ഉണ്ട്. വാവ്, നീ നോക്കി കിളിർത്ത് വരുന്ന അതിന്റെ പൂക്കളൊന്ന് കാണാനായിട്ട് ഇങ്ങനെ നമ്മൾ കാത്തിരിക്കുകയാണ്. ഇവിടെ എല്ലാം ഉണ്ട്. ഇതാ കണ്ടു, ഇട്ടിട്ട് ഇങ്ങനെ മൂടി വെച്ചേക്കുവാണ്. വാതുക്കലും ഉണ്ട്, പലയിടത്തും നമ്മൾ വെച്ചിട്ടുണ്ട്. എന്റെ വിന്റർ ജാക്കറ്റ് ഞാൻ ഉണക്കാൻ വേണ്ടി വെളിയിട്ടത്. ഇപ്പൊ ഉണങ്ങിയിട്ടുണ്ട് നല്ലോണം. അതെ, സ്നോ കിടക്കുന്നുണ്ടോ? എടുക്കടാ കേട്ടാ. ഡാഫോഡിൽസ് നമ്മളാണെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചായിരുന്നേ. ചെറിയ ഇങ്ങനെ ബൾബായിട്ട് ഇങ്ങനെ വാങ്ങിച്ചേ, കിളിർത്ത് വന്നപ്പോൾ. അതുകൊണ്ട് പിന്നെ അത് പെട്ടെന്ന് തന്നെ പൂത്തിട്ട് നിറയെ പൂക്കളായി. പക്ഷെ തുലിപ്സ് ഒന്നും ഇവിടെ അങ്ങോട്ട് കിളിക്കാനുള്ള സമയം ആയിട്ടില്ല, കാരണം നല്ല തണുപ്പാണ്. അപ്പൊ ഇതിന്റെ അടിയിലൊക്കെ തുലിപ്സ് ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊക്കെ ഇഷ്ടം പോലെ സ്നോ വീഴാ. സ്നോ കണ്ടാ വിനോദിന് അപ്പം ഉരുട്ടണം. തുടയ്ക്കുന്നതാണോ അത്? കുഞ്ഞിന്റെ ഫോണ് തുടയ്ക്കുന്നതാ അത് കേട്ടോ. വൃത്തിയായോ? ഏവക്കുട്ടിന് സ്നോ ഉള്ളതാണോ ഇഷ്ടം, സ്നോ ഇല്ലാത്തയാണോ ഇഷ്ടം? സ്നോ ഉള്ളാത്തയാണോ ഇഷ്ടം? അതെന്ത് വേടാ. സ്നോ ഉള്ളതാണോ സ്നോ ഇല്ലാത്തതാണോ ഇഷ്ടം? സ്നോ ഇല്ലാത്തയാ അല്ലേ? സ്നോയിൽ കളിക്കുന്ന ഇഷ്ടമല്ല? അപ്പൊ പിന്നെ സ്നോ ഉള്ളതല്ലേ ഇഷ്ടം? ചേടാ, ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്ക്. കുഞ്ഞിന് മലയാളം കുറച്ച് കൺഫ്യൂഷനാണ്, മൊത്തത്തിലെല്ലാം കൺഫ്യൂഷനാ അല്ലേ? അർത്ഥമൊന്നും അറിയത്തില്ല. പിന്നെ കൊണ്ടുവന്നു എന്നുള്ളത് 2 വട്ടമായിട്ടൊക്കെ ഇങ്ങനെ പറയുന്നത്. വന്നില്ല. ഫോണിന്റെ കാൽപ്പാടുണ്ടാക്കി കേട്ടോ കുഞ്ഞ്. ഇതാണ് ഫോണിന്റെ കാൽപ്പാട്. കുഞ്ഞ് ഫോൺ അവിടെ വെച്ചിട്ട് പറയുക ഫോണിന്റെ കാൽപ്പാടാണ്. ഇത് ആയിത്തിയുടെ കാൽപ്പാട്. ദേ കണ്ടോ, ഇത് ആയിത്തിയുടെ കാൽപ്പാട്. ഫോണിന് കാലില്ലല്ലോ, ഫോണിന്റെ പാട്, ഫോൺ വെച്ചതിന്റെ പാട്. ഫോണിന് കാലില്ല, കാല് വെക്കുമ്പോഴാണ് കാൽപ്പാട്. ഇതെല്ലാം ഞാൻ എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അച്ഛനും മോളും ഇതിന്റെ അടിയിൽ കയറി നിൽക്കുവാണേ. ഈ മരത്തിന്റെ അടിയിൽ ഭയങ്കര വിശാലമായിട്ടൊരു ടെന്റാണ്. ഇവിടെ ഒരു ഊഞ്ഞാലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ആടാൻ പറ്റും അല്ലേ? അതെ, ഏവക്കൂട്ടന് ആടാൻ പറ്റും. അതിട്ടാലും മതി. പക്ഷെ അത് മറ്റേ അതിന്റെ സൈഡ് എവിടെ പിടിപ്പിക്കും? 2 സൈഡും. അതെ, പക്ഷെ സമ്മർ ആകുമ്പോ ഇതിന്റെ അടിയിലെല്ലാം ഈ ചെടികളെല്ലാം പിടിച്ചിട്ട് ഇതിനകത്തോട്ട് കേറാൻ പറ്റാത്ത അവസ്ഥയാവും. നിറയെ കുറ്റിച്ചെടികളുണ്ട്. പിന്നെ നമ്മൾ അന്ന് കുട്ടികളൊക്കെ വന്നില്ലേ ഇവിടെ, അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവിടെ ഈ മരത്തിന്റെ അടിയിൽ ഇങ്ങനെ കളിക്കാനായിട്ട്. നിങ്ങളുടെ ഈ വീടിന്റെ വാതിക്കലുള്ള ട്രീയുടെ ടെന്റ് അടിപൊളിയാണ്. കൊച്ചുങ്ങൾക്കൊക്കെ ഓടി നടന്ന് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഞങ്ങൾ ഇന്നലെ കാട്ടിപ്പോയില്ലേ കുട്ടികളെയും കൊണ്ട്, അപ്പോഴും അവരിങ്ങനെ അവിടെ ഒരു വിറകൊക്കെ കൂട്ടി വെച്ച് ടെന്റ് ഉണ്ടാക്കുമായിരുന്നു. ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ഇപ്പൊ ശരിക്കും മരുഭൂമി പോലെ കിടക്കുന്നല്ലേ, സ്നോ വീണ മരുഭൂമി അതുപോലെ കിടക്കുന്നുണ്ട് കാണാനായിട്ട്. നല്ല ഭംഗി. കാൽപ്പാടൊന്നുമില്ല, നമ്മളാരും നടന്നിട്ടില്ല അങ്ങോട്ട്.
വണ്ടിയും കൊണ്ടുവന്നില്ല. റോഡെല്ലാം ക്ലിയർ ആയി കിടക്കുന്നതുകൊണ്ട് ഒരു ആശ്വാസമുണ്ട്. കാരണം നമുക്ക് വണ്ടിയായിട്ടേ പോവാൻ പറ്റും. വേണ്ടിട്ട് പറ്റും. അങ്ങോട്ട് നോക്കാം, കാറ്റടിച്ച് സ്നോ വീഴുന്നുണ്ടോ? അയ്യോ എന്തൊരു ഭംഗിയാ നോക്കി. ശരിക്കും കാറ്റ് വീശുമ്പോഴത്തേക്ക് മോളിൽ നിന്നെല്ലാം ഇങ്ങനെ താഴോട്ട് വീഴും പറന്ന്. അപ്പൊ അവിടെ സൂര്യനും കൂടെ ഉള്ളപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഭംഗി തോന്നും അല്ലേ? ഞാൻ ഏകദേശം ഒരു 2 ആഴ്ച മുന്നേ നമ്മുടെ ടയറുകളെല്ലാം മാറ്റി, വാനിന്റെ മാറ്റി, കാറിന്റെ മാറ്റി. ഒരു ചടങ്ങ് തന്നെയാണ് ഇത് മാറ്റുക എന്നുള്ളത്. ഇവിടെ സമയമുണ്ടോ മാറേണ്ട സമയം? പിന്നെ ഇവിടെ എല്ലാം എന്താണ് ഓൾമോസ്റ്റ് സ്പ്രിംഗ് ആയ പോലെ തന്നെയാണ്. പ്ലസ് ടെമ്പറേച്ചർ ആയിരുന്നു ലാസ്റ്റ് ഒരു 2 ആഴ്ചയോളം. നല്ല പ്ലസ് ടെമ്പറേച്ചർ ആയിരുന്നു. പക്ഷെ രാത്രിയിൽ നല്ല മൈനസ്, രാത്രിയിൽ ഏകദേശം ഒരു -1 -2 ഒക്കെ ആകും. എന്നാലും സ്നോ വീഴുമെന്നൊന്നും ആരും പ്രതീക്ഷിച്ചില്ല. ഇപ്പം ഇത് കഴിഞ്ഞല്ലേ, ഇപ്പം മെയ് മാസം ആകാൻ പോകുന്നു. ഇനി ഒരു 5 ദിവസം കൂടെ കഴിഞ്ഞാൽ മെയ് ആണ്. ഇപ്പോഴും സ്നോ വീഴുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെതറിലുണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ, ഈ കോൾഡ് സൈഡിൽ നിന്നുള്ള വിൻഡ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ തണുപ്പ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണല്ലോ മഴ പെയ്യുന്നതും കാറ്റടിക്കുന്നതും എല്ലാം പല രീതിയിലുള്ള ഈ കാലാവസ്ഥ വ്യതിയാനങ്ങളിൽ എല്ലായിടത്തും ഇത് തന്നെയാണ്. ഇവിടെ മാത്രമല്ല, ശരിക്കും ലോകത്ത് എല്ലായിടത്തും കാലാവസ്ഥ വ്യതിയാനമല്ലേ? അതെ. എന്തോ പറയുന്നത്, നാട്ടിലോട്ടൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് അമ്മയൊക്കെ പറയുന്നത് ചൂട് കൊണ്ട് ഇരിക്കാൻ വയ്യുന്ന. നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ കിളികൾ ഉണ്ടായിരുന്നേ, കുഞ്ഞു കിളികൾ, ലവ് ബേർഡ്സ്. നമ്മളിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് വാങ്ങിച്ചിട്ട് കൊടുത്തിട്ട് വന്നതാണ്, വീട്ടിൽ വന്നത്. കാരണം നമുക്ക് ഇവിടെ ഇതിനൊക്കെ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതുങ്ങളെ ഇവിടെ വെക്കുമ്പോഴത്തേക്ക് വീടിനുള്ളിൽ വെക്കണം, അപ്പൊ സ്മെല്ലായിരിക്കും ഭയങ്കരമായിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, വീട്ടില് നമ്മുടെ ഒരു ആഗ്രഹത്തിന് വീട്ടിൽ വാങ്ങിച്ചൊരു 3-4 പേർ വാങ്ങിച്ചു കൊടുത്തിട്ട് വന്നു. പക്ഷെ നമ്മൾ കരുതിയത് ഇനി നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഹേവക്കൂട്ടൻ സ്നോ ഏഞ്ചൽ ഉണ്ട്, ഇനി നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് മുട്ടയൊക്കെ ഇട്ട് വിരിഞ്ഞ് കുറെ കുഞ്ഞുങ്ങളൊക്കെ ആവും. അതൊക്കെ കാണാലോ. എന്നും വിളിക്കുമ്പോഴത്തേക്ക് കാണും, ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ എടുത്ത് അയച്ചു തരും, അതുങ്ങളുടെ സൗണ്ട് ഒക്കെ കേൾക്കും. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് മുട്ട ഇട്ടെന്ന് പറഞ്ഞു, കുഞ്ഞുങ്ങളായെന്ന് പറഞ്ഞു. 3 കുഞ്ഞുങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു, അവരെല്ലാം മരിച്ചുപോയി. എല്ലാം ഓരോ ദിവസമായിട്ട് ഇങ്ങനെ ചത്തുപോയിട്ട് ഭയങ്കര സങ്കടം തോന്നി. നമ്മളാണെങ്കിൽ അതുങ്ങളിങ്ങനെ വെളിയിൽ വന്നിട്ട് അതിന്റെ കളേഴ്സ് ഏതാന്നൊക്കെ ഒന്ന് കാണാനായിട്ട്, ഇങ്ങനെ ചെറിയ ചുണ്ടൊക്കെ കണ്ടു എന്നൊക്കെ വീട്ടുകാരൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ചൂട് കാരണം അതുങ്ങൾക്ക് പിന്നെ അത് മുട്ട ഇട്ടിട്ട് വേറെ കാലത്തിൽ മുട്ട ഇട്ടിട്ട് അതിന്റെ മുട്ടയെല്ലാം എടുത്ത് കളയുന്നു അങ്ങനെയൊക്കെ പറയുന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ചൂട് കാരണമാണെന്ന് തോന്നുന്നു. ചൂട് കാരണമാണെന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ എപ്പോഴും വിളിക്കുമ്പോൾ പറയും, നിങ്ങൾക്ക് തണുപ്പായതുകൊണ്ട് സുഖമാണല്ലോ, ഞങ്ങൾക്ക് ഇവിടെ ചൂടാണ്. എന്തോ നമുക്ക് തണുപ്പാണേലും ചൂടാണേലും എല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ്. അല്ല, ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ചൂട് നമുക്ക് സഹിക്കാം. നമ്മള് -40 വരെയൊക്കെ സഹിച്ചിട്ടുണ്ട്. ഏകദേശം ഫസ്റ്റ് വിന്ററിൽ നമ്മുടെ ഈ പൈപ്പ് ലൈൻ ഒക്കെ ഫ്രീസ് ആയി പോയ ആ ഒരു സീസണിൽ -40 വരെ വന്നിട്ട് നല്ല തണുപ്പായിരുന്നു. പക്ഷെ ഈ +40, 43 ഒക്കെ ഉണ്ടെന്നൊക്കെ ശരിക്കും നല്ല ചൂട് തന്നെ ആയിരിക്കും. നാട്ടിൽ പോകുമ്പോൾ നമുക്ക് നല്ല ചൂട് എടുത്തിട്ട് നമ്മളിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് എടുക്കത്തില്ലേ? അതെ, ഈ കോൺക്രീറ്റ് വീടൊക്കെ ആണെങ്കിൽ AC ഒക്കെ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഫാനൊക്കെ ഇട്ടുകൊണ്ട് ഒരു കാര്യമില്ല. പിന്നെ കറണ്ട് ചാർജ് ഒക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു തന്നെ അതല്ല, പാമ്പിന്റെ കാര്യം. കഴിഞ്ഞപ്പോ പാമ്പുകളൊക്കെ ഇങ്ങനെ തണുത്ത സ്ഥലം തേടി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ വീടുകളിലും അതിന്റെ ഇടയിലും ഒക്കെ ഇങ്ങനെ കയറിയിരിക്കാൻ നമ്മൾ എന്തെങ്കിലും ഈ ചപ്പ് കൂട്ടിയിട്ടേക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ഷെഡ്, പിന്നെ കോഴിക്കോട് പശുത്തൊഴുത്ത് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളില് തണുപ്പുള്ളിടത്ത് ഇവര് വന്നിരിക്കും. അപ്പം വീട്ടിൽ വിളിച്ചപ്പോഴും അമ്മയോട് പറഞ്ഞു, അവിടെ ഇങ്ങനെ ഇച്ചിരി മണ്ണെണ്ണയോ അല്ലെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് ആ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിക്കണം. കാരണം ഇതൊക്കെ ഇങ്ങനെ വരുന്നേ. പിന്നെ കിളികൾ ഉള്ളത് കൊണ്ട് പ്രത്യേകം ഇങ്ങനെ ഇതൊക്കെ വരാറുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ചേരയൊക്കെ. ഇപ്പൊ നമ്മളെ വീട്ടിലാണെങ്കിലും ഇപ്പൊ വീട്ടിൽ കണ്ടില്ലേ, ആ ബെഡ്റൂമിൽ കിടന്ന കുട്ടികളെയാണ് പാമ്പ് കടിച്ചത്. അപ്പൊ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കി ഇട്ടിട്ട് കിടക്കണം. ഒന്നും പറയാൻ പറ്റത്തില്ല. വിനോദിന്റെ വീട്ടിൽ നിന്ന സമയത്ത്, പഴയ പെരയായിരുന്ന സമയത്ത്, ഞാനും അമ്മയും കൂടെ കിടന്നുറങ്ങിയപ്പോഴത്തേക്ക് ഇങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ ഒരു, അത് പക്ഷെ പാമ്പല്ലല്ലോ, അത് പാമ്പ് തന്നെയാണ്, പക്ഷെ വിഷമുള്ള പാമ്പല്ല. നമ്മുടെ നാട്ടിൽ ഏതിനൊരു പേര് പറയുമായിരുന്നു, എന്ത് പേര്? വിഷമില്ലല്ലോ ഈ സംഭവങ്ങളൊക്കെ കാണുന്നത്. അതെ. അപ്പൊ അന്ന് തൊട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന സമയത്തൊക്കെ രാത്രി ഇങ്ങനെ മണ്ണെണ്ണ അതൊക്കെ തളിച്ചിട്ട് ഭയങ്കര പേടിയായിരുന്നു. അതെ, അതിന്റെ പേരെന്താണ്? വാരിമൂർഖൻ. അതായത് വീടിന്റെ വാരിയലെല്ലാം കയറുന്ന ഒരു സൈസ് പാമ്പ്. നമ്മുടെ നാട്ടിൽ ഏത് പാമ്പാ എന്തോന്ന് എല്ലാവർക്കും, നോർമൽ ആൾക്കാർക്കൊന്നും അറിയത്തില്ലല്ലോ. എനിക്കൊന്നും അങ്ങനെ എല്ലാ പാമ്പുകളെ ഒന്നും അറിയത്തൊന്നുമില്ല, ഏതാ വിഷമുണ്ട് വിഷമില്ലാത്ത. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ്, ഇഴജന്തുക്കളെ എല്ലാം നല്ല പേടിയാണ്. അപ്പൊ ഞാനാണെ വിളിക്കുമ്പോ ഇന്നലെയും കൂടെ പറഞ്ഞതേ ഉള്ളൂ എല്ലാവരോടും, ഇതൊക്കെ ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. വീട്ടുകാർ മാത്രമല്ല, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം, നമ്മുടെ വീഡിയോ കാണുന്നവരും ഒക്കെ ശ്രദ്ധിക്കണം. കാരണം എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാലേ പാമ്പ് കടിച്ചാൽ പേടിക്കരുതെന്ന് പറയുന്നു. എങ്ങനെ പേടിക്കാതിരിക്കും? പാമ്പിനെ കാണുന്നത് തന്നെ പേടിയാ. അതാ എനിക്ക് മനസ്സിലാകാത്ത. പാമ്പ് കടിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ പറയുന്നത് നിങ്ങൾ എന്താണ് ഹാർട്ട് ബീറ്റ് കൂട്ടാതിരിക്കാൻ വേണ്ടിട്ട് ഭയപ്പെടല്ലോ എന്ന്. പാമ്പിനെ കാണുന്നതേ പേടിയോ, പിന്നെ കടിച്ചുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. അതെന്ന് അതാണ് അവസ്ഥ. അതുകൊണ്ട് പേടിക്കരുതെന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? പേടിച്ചു പോകും. ഞാനാണ് ഉറപ്പായിട്ട് പേടിച്ചു. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. ഈ സ്മെല്ലുള്ള കാര്യങ്ങളൊക്കെ അടിക്കുമ്പോഴത്തേക്ക് എന്തായാലും ഇത് വരത്തില്ലെന്നാ തോന്നുന്നത്. മണ്ണെണ്ണയൊക്കെ അടിക്കുമ്പോൾ അത് വരത്തില്ല. കാരണം ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ഒരു വട്ടം
ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് മണ്ണെണ്ണ ഒഴിച്ചപ്പോ അത് പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് പോയി, സ്മെല്ല് അടിച്ചിട്ട്. അങ്ങനെ അപ്പൊ വീടിന്റെ ചുറ്റും നമ്മൾ താമസിക്കുന്ന ഭാഗത്തൊക്കെ അങ്ങനെ ചെയ്തിരുന്നല്ലേ. പിന്നെ രാത്രിയിലൊക്കെ നടക്കുന്നവര് വെട്ടമില്ലാത്തതൊക്കെ ടോർച്ച് ഒക്കെ. അതെ, രാത്രിയിലൊക്കെ പറമ്പിലൊക്കെ പോകുമ്പോഴത്തേക്കൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ പോവാണെങ്കിൽ ശ്രദ്ധിക്കണം, ടോർച്ചും കൊണ്ടൊക്കെ പോകണം, ശബ്ദം ഉണ്ടാക്കി നടക്കണം. ഭയങ്കര പ്രശ്നമാണ് നമ്മുടെ നാട്ടില്. കാരണം നമ്മുടെ നാട്ടിൽ ഈ ഇഴജന്തുക്കൾ ഒരുപാടുണ്ട് അല്ലേ? അതെ, ഒരുപാടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങള് പണ്ട് താമസിച്ച പിന്നെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എന്റെ ഒരു നൈബറിനെയൊക്കെ പാമ്പ് കടിച്ചൊക്കെ മരിച്ചു എന്റെ കുട്ടിക്കാലത്ത്. നമ്മുടെ തന്നെ നാട്ടിലും വേണ്ടപ്പെട്ടവരെയും സുഹൃത്തുക്കളെ ഒക്കെ എത്ര പേര് പാമ്പ് കടിച്ചിട്ടുണ്ട്. പേടിയൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. ഇതൊന്നും നമുക്ക് നോക്കിയാലോ, ആ കവർ മാറ്റിയിട്ട്. ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞങ്ങള് കുട്ടികളെ കൊണ്ട് കാട്ടിൽ പോയില്ലേ, അപ്പൊ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പാമ്പുണ്ടോന്ന്. ഇവിടെ അത്ര വിഷമുള്ള പാമ്പുകളൊക്കെ വളരെ കുറവാണ്, യാദൃശ്ചികമായിട്ടേ കാണത്തുള്ളൂ. നമ്മൾ ഇന്നേ വരെ നമ്മുടെ ഈ പറമ്പിലും ആ ഭാഗങ്ങളിലും ഒന്നും കണ്ടിട്ട് പോലും ഇല്ല ഒരു പാമ്പിനെ പോലും. പിന്നെ നമ്മൾ എപ്പോഴും വിന്റർ ആയി കഴിഞ്ഞാൽ ബൂട്ട്സ് ഇത്രയും വലിയ ബൂട്ട്സ്, വിന്റർ അല്ല സമ്മർ ആയി കഴിഞ്ഞാൽ ഇത്രയും വലിയ ബൂട്ട്സ് ഇട്ടുണ്ടെങ്കിൽ നടക്കത്തുള്ളൂ. ചെറിയ ഡ്രസ് ഒന്നും ഇടത്തേ ഇല്ല. കാരണം എന്താണെന്നറിയോ, ഇവിടെ ടിക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, പുങ്കി. നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടില്ല, അത് നമ്മുടെ മേട്ടൊക്കെ കയറിയിട്ട് ഭയങ്കര വൃത്തികേടാണ്. അത് കയറി ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ വൃത്തികേടല്ല, അത് കടിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങൾ വരും. പക്ഷെ കയറി ഇരിക്കുന്ന കാണുന്നത് ഭയങ്കര വൃത്തികേടാണ്. ഇത് കണ്ടോ, ഇവിടെ നമ്മുടെ തുലിപ്സാണ് കേട്ടോ. ഇതിനകത്ത് നമ്മുടെ തുലിപ്സ് ഒക്കെ കിളിർത്ത് വരുവാണ്. ചെറിയ നാമ്പിങ്ങനായി വരുന്നതേ ഉള്ളു ഇതിന്റെ ഈ ഭാഗത്ത്. ഇവിടെ ആണെങ്കിൽ കുറച്ചിങ്ങനെ ഡീപ്പായി പോയി നമ്മളാണെന്നുണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നല്ല തണുപ്പ് കൂടുതലാണ് ഈ ഒരു ഭാഗത്ത്. അപ്പൊ അതെല്ലാം ഇങ്ങനെ കിളിർത്ത് വരുന്നതേ ഉള്ളു. നമ്മളതെല്ലാം മൂടിയിട്ടു. ആ സ്നോയിന്റെ മുകളിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ വെള്ളം കാരണം ഇങ്ങോട്ട് നീക്കിയിടാം. ഉണ്ടോ കാരണം നടക്കാനും പറ്റും. സ്നോ മാറ്റാ ഇങ്ങോട്ട് അങ്ങോട്ട് മാറ്റി, അതിന്റെ അകത്തോട്ട് വീരണ്ട. പിന്നെ അത് വെള്ളം ആയിട്ടേ അതിന്റെ മുകളിൽ കിടക്കും. തട്ടിയങ്കള അവിടെ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഇനി സ്നോ എല്ലാം ഉരുകി മാറിയിട്ട് നമുക്കത് പൊക്കി മാറ്റാം. അപ്പോഴത്തേക്ക് അതിന് നല്ല സൺലൈറ്റ് ഒക്കെ കിട്ടിയിട്ട് വേഗം കിളിർക്കും അല്ലേ. എന്നിട്ട് പൂക്കളൊക്കെ പിടിക്കുന്ന നമുക്ക് കാണാനായിട്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ കിളിയെ കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നു. ഞാനാണ് വീഡിയോ അങ്ങോട്ട് എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു കിടന്ന് ബഹളവാ അല്ലേടാ കൂട്ടാ. അതെന്താ അങ്ങനെ ഉണ്ടോ? അയ്യോ, അങ്ങോട്ട് പോകണ്ട. അത് തന്നെ അത് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ കൂട് കൂട്ടത്തില്ല, അവർക്ക് ഡിസ്റ്റർബ് ആവും. അതെ, അങ്ങനെ പോവരുത്. അതെ, ഒന്നിനെ ശല്യം ചെയ്യല്ലേ, നമ്മൾ അതിന്റെ അടുത്തോട്ട് പോയി ശല്യം ചെയ്യരുത്. അതെ, അവിടെ കൂടുണ്ട്. ആ കൂടിനകത്ത് കിളി വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ മുട്ടയൊക്കെ ഇട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന ഒരു സമയമാണ് സമ്മർ ആകുമ്പോഴത്തേക്ക്. കിളികളും ജീവികളും തന്നെ ആലോചിച്ചാണ് ഇതെന്തുവാ ഇത് അല്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശാടനത്തിൽ പോയ എല്ലാ കിളികളും തിരിച്ചു വന്നു. ഓൾമോസ്റ്റ് എല്ലാ കിളികളും വന്നു. ഇവിടെ എല്ലാം മാറിയായിരുന്നു, മാറി. ഈച്ച, കൊതുക്, പ്രാണികളെല്ലാം വന്നു. ഇപ്പൊ എല്ലാം അതെല്ലാം ചത്തുപോകും. ഈ പെട്ടെന്ന് പെട്ടെന്ന് ഇവർക്ക് ഭൂമിക്കടിയിലോട്ട് പോകാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ. പറ്റത്തില്ല, കൊതുകുകളും ജീവികളും പ്രാണികളും എല്ലാം ചത്തുപോകും. തണുപ്പ് വീഴുമ്പോഴത്തേക്ക് പുങ്കിയൊക്കെ ചിലപ്പം ഡെഡ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. ടിക്കിന്റെ പേരാണ് പുങ്കി കേട്ടോ. ഇതിന്റെ അടിയിലൊക്കെ ആയിരിക്കും ഇവന്മാര് പെട്ടെന്ന് ചാൻസ് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം, നമ്മുടെ ബെറീസിന്റെ അടുത്തോട്ടൊക്കെ പോയാലോ. അതൊക്കെയാണെന്നുണ്ടെങ്കിൽ കിളിർത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്, നാമ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് എല്ലാം നല്ല രീതിയിൽ തളിർത്തങ്ങ് കിളിർക്കും. ഇത്ര സ്നോ വീഴുവോന്നല്ലേ. നമ്മൾ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴും ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒന്നും ഇല്ലായിരുന്നു. ഞാൻ വെളിയിലിറങ്ങി നോക്കിയിട്ടാണ്, നമ്മൾ ഡോർ അടയ്ക്കാൻ നേരം വെളിയിലിറങ്ങി നോക്കിയിട്ടാണ് സ്നോ വീഴുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് കിടന്നത്. അപ്പോഴും വിനോദ് പറഞ്ഞു നിനക്ക് വട്ടാ, വീഴ്ത്തൊന്നുമില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു നിങ്ങൾ തുലിപ്സ് മൂടിയിടണം, എന്താ സ്നോ വീഴാൻ ചാൻസ് ഉണ്ടെന്ന്. ചെടികളൊക്കെ കിളിക്കാൻ തുടങ്ങിയതുണ്ടോ, ഇലകളെല്ലാം വന്നു. ഇതെല്ലാം നമ്മുടെ ബെറീസ് ആണ്, ബ്ലാക്ക് ബെറീസ് അല്ലേ. ആണെങ്കിൽ കാലയിൽ ഇങ്ങനെ ഒട്ടി ഇരിക്കുന്ന സ്നോ കണ്ടോ. നമുക്ക് ഇങ്ങനെ ചവിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാം ഒട്ടി ഇങ്ങനെ വരും. എന്തേലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഈ സ്നോ വെച്ചിട്ട്. കുട്ടന് ഇവിടെ ഒന്ന് ചുരുട്ടി നോക്കിയേ. ഇവിടുത്തെ ചിലപ്പോൾ പുല്ലിൻ്റെ മുകളിലായതുകൊണ്ട് ഉരുണ്ടിങ്ങനെ വരും. നോക്കട്ടെ. വിനോദിന് ഇങ്ങനെ സ്നോ ചുരുട്ടി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഇങ്ങനെ ചുരുട്ടി ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചുരുട്ടി അതിങ്ങനെ വലിയൊരു കട്ടയായിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ തോന്നുന്നില്ല. നമുക്കറിയാം, നമ്മൾ ഇത്രയും നാൾ ഇങ്ങനെ എക്സ്പീരിയൻസ് അല്ലേ, നമുക്ക് മനസ്സിലാകും. അത് ശരിയാ, എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാവുമല്ലോ. ഇതാണത് പൊടിഞ്ഞു അങ്ങ് പോവാ.
കുപ്പി എടുത്തോണ്ട് വന്നിട്ട് നിറച്ചിട്ട് ഇങ്ങനെ വെക്കണം എന്നാ കുഞ്ഞു പറയുന്നത്. കുപ്പി എടുത്തോണ്ട് വന്നിട്ട് അതിൽ നിറച്ചിട്ട് കമത്തി വെക്കണം, അപ്പോഴത്തേക്ക് ആ ഷേപ്പിൽ കിട്ടുമെന്നാ കുഞ്ഞു പറഞ്ഞത്. മനസ്സിലായോ അല്ലേ? അങ്ങനല്ലേ പറഞ്ഞേ? ആ, തണുക്കാൻ ചാൻസ് ഒന്നും ഇല്ല, തണുപ്പ് കുറവാ, തണുപ്പൊന്നും ഇല്ല അധികം. അകത്ത് പോകണോ കുഞ്ഞാ? വേണ്ട, കുഞ്ഞിന് ഇഷ്ടമാണ് വെളിയിൽ ഇങ്ങനെ സ്നോയിൽ കളിക്കാൻ. ഇനി സ്നോ ഇനി അടുത്ത വിന്ററിലേ വരത്തുള്ളൂ. ഇത് ചിലപ്പോൾ ലാസ്റ്റ് സ്നോ ആയിരിക്കും അല്ലേ ഈ സീസണിലെ? നമ്മൾ മടുക്കും, നമുക്ക് മടുക്കും, ഓൾറെഡി മടുപ്പ് തുടങ്ങി. നമുക്ക് എങ്ങനെങ്കിലും കുറച്ച് ചൂട് വെതർ വേണം, ഒന്ന് വെളിയിലൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണം. അതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം, മനസ്സിലായില്ലേ? എന്നും തണുപ്പ് കണ്ട് കണ്ട് കുറെ നാൾ കഴിയുമ്പോൾ മടുക്കും. എപ്പോഴും പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുന്നവർക്ക് കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ പലരും പറയണം നല്ല രസമാണെന്നൊക്കെ. ശരിയാണ്, നല്ല രസമാണ്, നമ്മൾ എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷെ എൻജോയ് ചെയ്യാനും പറ്റും, പക്ഷെ എല്ലാം ഒരുപാടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അധികമായ അമൃതും വിഷം. ചൂട് അത് തന്നെ, ചൂട് ഒത്തിരി ആയി കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ്. തണുപ്പ് ഇങ്ങനെ ഒത്തിരി ആയി കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ്. ഒരുപാട് കാലം ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ടാവും. നമ്മൾ കാത്തിരിക്കുവാണല്ലോ ഓരോരോ കാര്യങ്ങൾക്കായിട്ട്. അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ വീണ്ടും ഇങ്ങനെ വിന്റർ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അതെ, ഇപ്പൊ കേറണ്ട നമുക്ക് അതിനകത്ത്, നമുക്കതെല്ലാം വൃത്തിയാക്കിയിട്ട് പിന്നെ കേറാം. ഇപ്പൊ വെളിയിൽ കളിക്കാം, അല്ലെങ്കിൽ അകത്ത് കയറാൻ നോക്കും. ബാ, എന്നതോ നമ്മുടെ കിളിക്കൂടുതോ അവിടെ ഇരിക്കുന്നുണ്ടോ? ഇവിടെ കിളികൾ ചലച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അങ്ങോട്ട് ചെല്ലുവാന്ന് കരുതിയായിരിക്കും അവർ ചലക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് കമ്പും കൊള്ളിയൊക്കെ ആയിട്ട് അകത്തോട്ട് കയറുന്നുണ്ട്. ഇതോ അവിടെ ഇരിപ്പുണ്ട്, അതിൻ്റെ ഇടയിൽ ഇരിപ്പുണ്ട് കണ്ടോ? അപ്പോൾ ഇങ്ങനെ കൂട് കൂട്ടിക്കൊണ്ടിരിക്കുമായിരിക്കും. ഇതുങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ചുള്ളിയും കമ്പും ഒക്കെ വേണമല്ലോ. ഇപ്പം നമ്മൾ കൂട് വെച്ച് കൊടുത്താലും അവർക്ക് അവരുടെ ആ ഒരു എന്താ പറയുക, കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാനുള്ളൊരു മെത്ത ഉണ്ടാക്കണമല്ലോ. അത് അവർ സ്വന്തമായിട്ട് ഇങ്ങനെ കമ്പും ചുള്ളിയൊക്കെ കൊണ്ടുവന്നാണ് വെക്കുന്നത്. അപ്പോൾ ഓരോ കൂടും അന്വേഷിച്ചിറങ്ങുമ്പോഴത്തേക്ക് ഇതൊക്കെ ഉണ്ടോയെന്ന് അവർ ആദ്യം നോക്കും. അതെ, നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അവർ കരുതും അത് വേറെ ഏതെങ്കിലും കിളികളുടെ ആയിരിക്കും കൂടെന്ന് കരുതിയിട്ട് അവർ ഉപയോഗിക്കത്തില്ല, അങ്ങ് പോകും. ഇതിനകത്ത് എന്തെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അവരോർക്കും വേറെ ഏതെങ്കിലും കിളികളുടെ ആയിരിക്കും എന്ന് കരുതിയിട്ട് അവർ വന്ന് എത്തി നോക്കിയിട്ട് പോകും. കൂട് വെക്കണമെന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അവർ പിന്നെ ബിൽഡ് ചെയ്യും. പക്ഷെ അവരങ്ങനെ ചെയ്തില്ല, കാരണം അവർ മനുഷ്യരല്ലല്ലോ. മറ്റുള്ള കിളികളുടെ കൂടാന്ന് കരുതിയിട്ട് അവരവിടുന്ന് പോകും, എന്നിട്ട് വേറെ ഫൈൻഡ് ചെയ്യും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിനകത്ത് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടും ഉണ്ടാക്കി, എന്നിട്ട് കുറെ പുല്ലും കമ്പും കൊള്ളിയൊക്കെ ഇട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് കിളികൾ വന്ന് നോക്കിയിട്ട് അവരെന്ത് ചെയ്തു, അവരങ്ങ് പോയി. അപ്പൊ അവർ കരുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഏതോ കിളി അതിൻ്റെ അകത്ത് മുട്ട ഇടാൻ വേണ്ടിയിട്ട് കൂട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് കരുതും. അവരത് നശിപ്പിക്കത്തില്ല, അവർ വേറെ കൂട് തേടി പോകും. അതാണ് അങ്ങനെ. അപ്പൊ ഈ പ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊന്നുമില്ല, അത് എംപ്റ്റി ആണ്. അപ്പൊ അവരിങ്ങനെ ഓരോന്നോരോന്ന് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരികയും വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ചിലയ്ക്കുവാണ് കിടന്ന്, നമ്മളിവിടുന്ന് മാറാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരിങ്ങനെ ആൾക്കാരുള്ള സ്ഥലമാണെന്ന് കരുതിയിട്ട് ചിലപ്പോൾ വരണമൊന്നുമില്ല. വന്ന് അതിന്റെ മുകളിലുണ്ട്, അവിടെ ഇരുന്ന് ഇങ്ങനെ ചലിച്ചോണ്ടിരിക്കും ഭയങ്കര. ഇവിടെ എല്ലാം കിളികളാണ്, മൊത്തത്തിൽ കിളികൾ നമ്മളെ ശല്യം ചെയ്യുന്നത്. ഇപ്പൊ വീഡിയോ എടുക്കാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചിലയാണ്, ഭയങ്കര ബഹള. കഴിഞ്ഞ വീഡിയോക്കകത്ത് ഇത് തന്നെയായിരുന്നു. ഇതൊക്കെ കണ്ടില്ലേ? ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഈ ചെടികളുടെ എല്ലാം മുകളിലെ ഇല പോലെ ഇങ്ങനെ വീണ് കിടക്കുക, വൈറ്റ് പൂക്കൾ പോലെ വീണ് കിടക്കുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതാണെന്നുണ്ടെങ്കിൽ നാമ്പൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇതില് കുഞ്ഞു നാമ്പ് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടോ? കളിക്കാൻ തുടങ്ങിയത് സ്നോ ചെറുതായിട്ടൊന്ന് വീണെന്ന് പറഞ്ഞ് കുറച്ച് നേരത്തേക്ക് അതിനൊന്നും പറ്റത്തൊന്നുമില്ലല്ലോ. ഇത്രയും വലിയ വിന്റർ അതിജീവിച്ച് വന്നതാണ്. അപ്പൊ പിന്നെ അതുങ്ങൾക്കൊന്നും ഒന്നും പറ്റത്തില്ല. പക്ഷെ ഇങ്ങനെ ഇത് നിൽക്കുന്ന കാണാനാണെന്നുണ്ടെങ്കിൽ നല്ല വൈറ്റ് പൂക്കൾ പോലെ ഇങ്ങനെ ഉണ്ട്. കുലുക്കി കാണിച്ചാലും മേത്തോട്ട് ഇങ്ങനെ ഇടുന്നത് നല്ല ഭംഗിയുണ്ട്. വെളിയിൽ നിന്ന് ഇങ്ങനെ അകത്തുനിന്ന് ഇങ്ങനെ നമ്മൾ വെളിയിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗമാണ് നമുക്ക് കാണുന്നത്. ഭയങ്കര നല്ലൊരു വ്യൂ ആണ് നമ്മുടെ വിൻഡോയിൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ. രാവിലെ എണീറ്റപ്പോ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക്. ഈ ഭാഗത്തായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മരത്തടി ഇങ്ങനെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അന്നയുടെയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. നമുക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ കൊണ്ട് തന്നെയാണിത്. അവർക്ക് ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. അപ്പൊ അവരോട് ഇങ്ങനെ വാങ്ങിച്ചാ കേക്ക്. എന്താ സ്നോ കേക്ക് കട്ട് ചെയ്ത് അച്ഛ. ഏവക്കൂട്ടെ വാങ്ങിക്കടാ. ഏവക്കൂട്ടേക്ക് ഗ്ലൗസ് ഇല്ല, അപ്പസെറ്റാ കൈ കിടക്കുന്നത്. അപ്പൊ എന്താ നല്ല സാറ്റിസ്ഫൈങ് ആണ്. അതൊക്കെ ഇങ്ങനെ മുറിച്ചെടുത്ത് മാറ്റാനായിട്ട്. പിന്നെ അതിന് കുട്ടിക്കളിയാണോ? തിന്നോ? തിന്നാൻ തോന്നുന്നുണ്ടോ? അതെ, ഫ്രഷ് സ്നോ അല്ലായിരുന്നല്ലോ ഇത്രയും. ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ കുറെ നാളിന് ശേഷം വീണ സ്നോ അല്ലേ, അപ്പൊ അത് അഴുക്ക് തന്നെയായിരിക്കും ആ വീണ് കിടക്കുന്നതല്ല. അതുകൊണ്ട് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. വിന്റർ സീസണില് കുറെ ദിവസം സ്നോ വീണിട്ട് ആ സമയത്ത് വീഴുന്ന സ്നോ ഒക്കെ കഴിക്കാൻ പറ്റും.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് പൊല്യൂറ്റഡ് ആയിരിക്കത്തില്ല, മനസ്സിലായില്ല. അതെ, എപ്പോഴും ഇങ്ങനെ വീണോണ്ടിരിക്കുമ്പോഴത്തേക്ക് കുഴപ്പമില്ല. പക്ഷെ ഇതിങ്ങനെ ഒത്തിരി നാളിന് ശേഷം ഫസ്റ്റ് മഴ പെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ മഴവെള്ളം എടുക്കത്തില്ല. പൊടിയുടെ മണം വരുമെന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ തന്നെയാണ് അന്തരീക്ഷത്തിൽ മുഴുവൻ പൊടി പടലങ്ങളൊക്കെ ആയിരിക്കും. അതെ, ഇപ്പൊ വീഴുന്ന സ്നോയ്ക്ക് അത്ര നല്ലതൊന്നും ആയിരിക്കത്തില്ല. എന്നാലും പിള്ളേരൊക്കെ വാരി കഴിക്കും കേട്ടോ. ആര് തിന്നെന്നും പറഞ്ഞൊന്നും പറ്റത്തില്ല, മനസ്സിലായില്ല. നമ്മളിങ്ങനെ സ്നോ കഴിക്കുന്ന വീഡിയോ കാണുമ്പോൾ ഓരോരുത്തർ ചോദിക്കാറുണ്ട് കഴിക്കാൻ പറ്റുമെന്നൊക്കെ. ഓ, നല്ല ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറാ. എനിക്ക് വേണോ? വേണ്ട വേണ്ട, എനിക്ക് വേണ്ട. ഇവിടെ ഈ മരത്തിൽ ഇങ്ങനെ ചില്ലയിൽ ഇങ്ങനെ നിറയെ സ്നോ വീണ് കിടക്കുന്നത് നല്ല ഭംഗിയിൽ. എനിക്കിത് കാണുമ്പോൾ പെട്ടെന്ന് തട്ടിക്കളയാൻ തോന്നുന്നേ. എനിക്ക് കാണുമ്പോഴേ എൻ്റെ കൈ ഇങ്ങനെ കുരുക്കും, ഇതെല്ലാം എടുത്ത് ഇങ്ങനെ മാറ്റാനും തട്ടിക്കളയാനും ഒക്കെ. അയ്യോ, അതാ നോക്കിയ നേരത്തെ എടുത്തപ്പോഴത്തേക്ക് എൻ്റെ കൈ ഇങ്ങനെ ചുമന്നതാണ്. സ്നോ എടുത്തു കഴിഞ്ഞപ്പോൾ കുഴക്കട്ട പോലെ ഉരുട്ടി ഇങ്ങനെ എടുക്കാം. വേണ്ടേ സ്നോ ഉണ്ടാ? അച്ഛാ സ്നോ ഉണ്ട വേണോ? സ്നോ ഉണ്ട എനിക്ക് വേണോ? സ്നോ ഉണ്ട വേണ്ട. നമ്മുടെ ക്യാമ്പർവാന്റെ മുകളിൽ അതും വാരി എടുത്തിട്ടുണ്ട്. തനിയെ ഇങ്ങനെ വരുന്നുണ്ടോ? വളരെ പെട്ടെന്ന് മാറി കിട്ടി. വിന്ററിലൊന്നും ഇങ്ങനൊന്നും വരത്തില്ല, വീണ് 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 കൂടിക്കിടക്കും. ഇപ്പൊ സൂര്യൻ ഉദിച്ച് ചെറിയ ചൂടായി തുടങ്ങിയോണ്ടാ അലുത്തിങ്ങനെ വീഴുന്നത്. ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ് സ്നോ ഇങ്ങനെ വീണിട്ട് അതിങ്ങനെ മാറ്റുന്നത്. ഒരു സന്തോഷമാണ്. ഇങ്ങനത്തെ സ്നോ എടുത്ത് മാറ്റാനായിട്ട്. ഒത്തിരി ഇങ്ങനെ ഹെവി ആയിട്ട് വീഴുമ്പോഴത്തേക്ക് അത്ര സുഖമൊന്നുമുള്ള കാര്യമൊന്നുമല്ല. ഓടി അച്ഛ പറ്റിച്ചേ കുട്ടിയെ. വെച്ചോടി കവളത്ത്? വെച്ചില്ല. എന്റെ കവളത്ത് കൊണ്ടുവന്ന് വെച്ചു. രാവിലെ ഓരോരുത്തരെടുത്തിട്ട് ഇങ്ങനെ ഐസിനകത്ത് വെള്ളത്തിൽ ഇങ്ങനെ ഐസ് വെള്ളത്തിൽ മുഖം മുക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പം വിനോദാണെന്നുണ്ട് ഐസ് എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് മുഖത്ത് ഇങ്ങനെ തേച്ച് തരുവാണ്. ഇനി അച്ഛക്ക് അച്ഛയുടെ മുഖത്തും തേച്ച് കൊടുക്കുക കുട്ട. നല്ല സുഖമുണ്ട് കേട്ടോ, നല്ല തണുപ്പ്. ഗ്രില്ല് ചെയ്യണോ? കരുതി ഇന്ന് കുറച്ച് ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീട്ടിൽ തന്നെ കൂടാന്ന്. എന്താ അതിനായിട്ട് നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്, പിന്നെ എന്താ സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. ഇത് ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ പോവാണേ. അതെ, കുഞ്ഞിനിത് ഇഷ്ടമാണ്. അതിന്റെ കാൽപ്പാടാണോ? എന്നാ അത് കാൽപ്പാടല്ല, അതിന്റെ പാട്, അത് വെച്ചതിന്റെ പാട്. ഓക്കെ, കാൽപ്പാട് കാലിന്റെ പാടാണ് കാൽപ്പാട്. അത് വെച്ചതിന്റെ പാട്. എന്താണോ വെക്കുന്നത് അതിന്റെ പാടാണത്. ഓക്കെ, കൈപ്പാട്, ഐ വെച്ച ഐപ്പാട്. എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാ. അങ്ങനെ വെച്ച മുഖപ്പാട്. നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തായിരുന്നു നമുക്ക് എവിടെയെങ്കിലും ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് പോകണം, എവിടെയെങ്കിലും ഒക്കെ പോയെന്ന് കുറച്ചു നേരം ക്യാമ്പൊക്കെ ചെയ്ത് ഇങ്ങനെ റിലാക്സ് ചെയ്യണമെന്ന് കരുതിയതാ. അപ്പോൾ ഇന്നിങ്ങനെ സ്നോയൊക്കെ വീണിങ്ങനെ ചളിപൊളി ആയതുകൊണ്ട് നമ്മൾ കരുതിയെങ്കിൽ പിന്നെ വീട്ടിൽ തന്നെ സെറ്റാക്കാന്ന് കരുതി. അപ്പം എന്തേ തീയൊക്കെ ഇട്ടിട്ടുണ്ട്. ചോളം ഗ്രില്ല് ചെയ്യാൻ പോണേ. ഏവക്കുട്ടനും ഞങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു സാധനമാണ് ചോളം. അപ്പോൾ അത് ഗ്രില്ല് ചെയ്യാൻ പോവാണ്. പിന്നെ അത് ചിക്കൻ ഉണ്ട്. ചിക്കൻ ഞാൻ മാരിനേഷൻ ചെയ്തതാണ്. അതെ, അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാനൊരുങ്ങുമ്പോൾ ഏവക്കുട്ടനാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്നോയ് കളിയാണേ. വാരി വാരി ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇതേ വലിയൊരു ഉണ്ടയായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം മണ്ണൊക്കെ പറ്റി. ഇത് സ്നോബോൾ ആണെന്ന് തോന്നത്തേ ഇല്ല. എന്താ കൂട്ടാ നീ ഉണ്ടാക്കുന്നത്? ലൂമിയൊക്കെ ഉണ്ടാക്കുവാണോ? സ്നോമാൻ ഉണ്ടാക്കുവാന്നോ കുഞ്ഞു പറയുന്നത്? ഉണ്ടോ എന്തൊക്കെയോ ഷേപ്പിലൊക്കെ ആയി വരുന്നുണ്ട്. അവളതാണ്. അതിന്റെ തല ശരിയാവത്തില്ലല്ലേ? ഓ, എല്ലാം ഇടിച്ചു പൊളിച്ച് കളഞ്ഞു. കുന്തം ദേഷ്യം വരായിരിക്കും മനുഷ്യന്. എത്ര നേരം ഒന്ന് കരുതി അതിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? സോസേജ് പിന്നെ മസ്റ്റാ. സോസേജ് ഇല്ലാതെ ഒരു ഗ്രില്ലിങ് നമുക്കില്ല. അതെ, ഇവരെല്ലാരും ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നത് സോസേജ്. നമുക്ക് ആ ഒരു ശീലമായിപ്പോയി. മുല്ലപ്പൂവും പൊടി ഏറ്റവും ഇടക്കും കല്ലിനും ഉണ്ടാവും സൗരഭ്യം എന്ന് പറയുന്നത് പോലെ. അതെ, ഗ്രില്ലി മക്ര എന്ന് വെച്ചാൽ സോസേജ്. അപ്പം ഗ്രില്ലിങ് സോസേജ് നമ്മളത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഗ്രില്ല് ചെയ്യും. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചിക്കനൊക്കെ ഒരുപാട് നേരം നമ്മൾ ഗ്രില്ല് ചെയ്യണ്ടേ, ആ ഒരു സമയത്ത് വെയിറ്റ് ചെയ്യാൻ ക്ഷമയില്ലാത്തത് കൊണ്ട് ഇതാകുമ്പോഴത്തേക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടും ഇരിക്കാം ചൂടോടുകൂടി. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ആക്ച്വലി ചില സമയങ്ങളിൽ ഞാനിത് ഓവൻ്റെ അകത്തോ അല്ലെങ്കിൽ മൈക്രോവേവിലോ ഒക്കെ വെച്ച് കഴിക്കും. ജസ്റ്റ് ചൂടാക്കിയിട്ട് അങ്ങനെയും കഴിക്കും. പക്ഷേ ഗ്രില്ല് ചെയ്യുമ്പോഴാണ് അതിന്റെ കറക്റ്റ് ടേസ്റ്റ്. ഫ്ലേവറും നല്ല
റിയൽ ഫ്ലേവർ കിട്ടുന്നത്. പിന്നെ അത് ഇവിടെ ഇരിക്കുന്നത് 0 ബിയറാണ് കേട്ടോ. ആൽക്കഹോൾ ഒന്നും നമ്മളിപ്പോൾ കഴിക്കാറില്ല ഒട്ടും തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ 0 ബിയറാണ്. ഒരുപാട് നാളായി കഴിച്ചിട്ട്. ഇവിടെ ഇങ്ങനെ കാറ്റ് വട്ടം കറങ്ങുന്നുണ്ടല്ലോ, പുക ഇങ്ങനെ ഓരോ സ്ഥലത്തോട്ട് അടിച്ചിട്ട് എല്ലാരും ഇരിക്കുന്നിടത്തോട്ടെല്ലാം പോയി കണ്ണിൽ പുക അടിക്കാണ്. പിന്നെ കാറ്റുള്ളതുകൊണ്ട് തന്നെ ചെറിയ തണുപ്പുണ്ട്. നമുക്കാണെങ്കിൽ ഇങ്ങനെ തീയിട്ട് ഇതിന്റെ ചോട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് മാറാൻ തോന്നത്തില്ല. ഇവിടെ തന്നെ ഇങ്ങനെ സുഖം പിടിച്ച് അങ്ങോട്ടിരിക്കാൻ തോന്നും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് പോയി എന്തെങ്കിലും ഒന്ന് എടുക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ്. തീയുടെ ചോട്ടിൽ നിന്ന് ആരും മറത്തില്ല. ഇയാള് പോവും ഞാൻ പോവും എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ്. കാരണം നമുക്ക് തീ ഇങ്ങനെ കാഞ്ഞിരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. പിന്നെ ആ ഒരു ചൂടും ഒക്കെ പറ്റി എഴുന്നേറ്റ് കഴിയുമ്പോ കസേരയും തണുക്കും. തിരിച്ചു വന്നിരിക്കുമ്പോ പിന്നെ തണുത്ത കസേരയല്ലേ, അങ്ങനെ മാറി ഇങ്ങനെ തണുപ്പ് പിടിച്ച് മടി പിടിച്ചിരിക്കുവാണ്. തണുപ്പുണ്ടോ? ഇല്ല, നമുക്ക് ഇത്രയും നേരം പിന്നെ സ്നോ എല്ലാം ഉരുട്ടിക്കൊണ്ട് നടക്കുവായിരുന്നു. അവിടെ ഇരുന്ന സ്നോയിൽ കളിയായിരുന്നു. ഹേവയാണെങ്കിൽ ഹേവയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ഇത് കണ്ടില്ലേ, നമ്മുടെ കോണ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുക. ഇപ്രാവശ്യം നമുക്ക് വേണമെങ്കിൽ കോണ് നട്ട് നോക്കാം, ചിലപ്പോൾ പിടിക്കും. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആരുടെ വീഡിയോയില്, പക്ഷെ ഫിൻലാൻഡിലെ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഏതോ ഇങ്ങനെ ഇവിടെ ഒരു സാധനവും പിടിക്കാറില്ല. നമുക്ക് ആ ചീരയും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ അങ്ങേ പ്രാവശ്യം പിടിച്ചു. അതെ, കഴിഞ്ഞ പ്രാവശ്യം അധികം ഒന്നും പിടിച്ചില്ല, എന്നാലും പിടിച്ച്. അതെ, ചീരയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഒത്തിരി അങ്ങോട്ട് വലിപ്പം വെച്ചില്ലെങ്കിലും നല്ല ഇലകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് കിട്ടി. ആ പ്രാവശ്യം കഴിക്കാൻ എങ്ങനെ പിടിക്കാനോ അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം 2 വട്ടം നട്ടത്. 2 വട്ടം നട്ടിട്ടും ഒട്ടും വെതർ ഭയങ്കര മോശമായിരുന്നു. നമുക്ക് കിട്ടിയതേ ഇല്ല. നാട്ടിൽ പോയിട്ടും ചീര കഴിക്കാൻ പറ്റിയില്ല. ചീര കഴിച്ചിട്ട് ഏകദേശം 2 കൊല്ലമായി. ഒരു തുള്ളി ചീരക്ക് അത്യാവശ്യം നല്ല വെതർ വേണം, നല്ല ചൂടൊക്കെ വേണം. പിന്നെ ഇവിടെ ആണെങ്കിൽ തണുപ്പാണ്. ആകെ ഒരു 2-3 മാസമേ ഉള്ളൂ ചെറിയ ചൂട് കിട്ടുന്നത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇവിടെ എല്ലാം സ്നോ വീണ് ഇങ്ങനെ കിടക്കുവാണ്. ഏപ്രിൽ മാസമായി. ഒന്ന് കൃഷി ചെയ്യാനൊക്കെ നമ്മള് കരുതും നമുക്ക് വേറെ ഏതെങ്കിലും ഇങ്ങനെ ഒരു നാട്ടിൽ പോയാലോ, നാട്ടിൽ പോയാൽ മതി. മറ്റേ ഒരു മാറി ഓരോരുത്തരുടെ വീഡിയോസ് ഒക്കെ കാണത്തില്ലേ, കൃഷിയൊക്കെ ചെയ്യുന്നവർ. ഒരു ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏജ് അറിയത്തില്ലല്ലോ, എന്നെ നോക്കിക്കാന്നൊക്കെ പറഞ്ഞു. ഞാനാണെങ്കിൽ എനിക്കതൊക്കെ കാണുമ്പോഴത്തേക്ക് കൃഷി ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലോ അതൊക്കെ, കൃഷി ചെയ്യാന്നൊക്കെ ഉള്ളത്. ഇപ്പൊ ഈ ഒരു സ്ഥലത്ത് താമസിക്കാൻ നമുക്കതൊന്നും പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മളിങ്ങനെ മാറ്റി വെച്ചേക്കുക. കൃഷി ചെയ്യാന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ അത് നടക്കാറില്ല. നമ്മളെ എല്ലാ വർഷവും ചെറിയ രീതിയിൽ ചെയ്യും, ചെറിയ രീതിയിൽ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ ആ ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെതറല്ലേ. അപ്പൊ ഇങ്ങനെ മറ്റുള്ളവരുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് അങ്ങ് ഭയങ്കര കൊതിയായി. ഇപ്പൊ നമ്മുടെ വീഡിയോസ് കാണുമ്പോഴും മറ്റുള്ളവരും അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ കൊതിയാവുകയാണ്, സ്നോ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടമുള്ളത് മാറ്റി ഇപ്പൊ നമ്മൾ വെക്കുന്നുണ്ടായിരിക്കും അല്ലേ. സ്നോ കാണുന്നത് ഭംഗിയാണ്, ഇഷ്ടമാണ്, താമസിക്കുന്നതൊക്കെ രസമാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇഷ്ടമുള്ള വേറെ പല കാര്യങ്ങളും കാണൂല്ലേ. എപ്പോഴും സ്നോ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക എന്നുള്ളതും അത്ര നല്ല കാര്യമല്ലല്ലോ. അതാണ്, ഇവിടെ എപ്പോഴും തണുപ്പാണ്. ഇന്ന് ഞാൻ വീഡിയോ ഇട്ടപ്പം കുറെ പേര് കമന്റ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എത്ര മാസമാണ് സ്നോ എന്നൊക്കെ. ഇവിടെ ഏകദേശം 6 മാസത്തോളം, അതായത് ഒക്ടോബർ അവസാനം തൊട്ട് സ്നോ വീഴാൻ മാർച്ച് വരെ സ്നോ വീണു. അത് കഴിഞ്ഞിട്ട് മാർച്ചിൽ സ്നോ എല്ലാം മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ ഏപ്രിൽ ആയപ്പോഴത്തേക്ക് പിന്നെ സ്നോ വീണു. ഇനി ഇടയ്ക്ക് എങ്ങനെ വീഴുവോന്നും അറിയത്തില്ല. തണുപ്പുണ്ട്, തണുപ്പ് ഇനിയും ഉണ്ട് കേട്ടോ. തണുപ്പ് അങ്ങോട്ട് 2 ആഴ്ചയും കൂടെ ചെറിയ രീതിയിൽ തണുപ്പായിരിക്കും. മെയ്യൊക്കെ ആകുമ്പോഴത്തേക്ക് ചൂടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ചെടികളെല്ലാം ഇപ്പോഴും അകത്ത് തന്നെ വെച്ചേക്കുവാണ്. കുറെ ചെടികളുണ്ട്, നമ്മൾ സീഡ്സ് ഒക്കെ ഇട്ട് മുളപ്പിച്ചതും നമ്മുടെ പച്ചക്കറികളും എല്ലാം നമ്മളിങ്ങനെ മുളപ്പിക്കുന്ന എല്ലാം അകത്ത് വെച്ചേക്കുക. വീടിനകത്ത് നല്ല ടെമ്പറേച്ചർ ആണല്ലോ അത്യാവശ്യം. അപ്പൊ അതിനകത്ത് ഇങ്ങനെ വെച്ചേക്കാണ്. വെളിയിലോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വാടിപ്പോകും. കാരണം രാത്രി ആകുമ്പോൾ -3, -4 ഒക്കെ. കഴിഞ്ഞ ആഴ്ചയിൽ -5 വരെ ആയ ദിവസങ്ങളുണ്ടായിരുന്നു. പിടിച്ചു കിട്ടാൻ ഭയങ്കര പാടാണ്, എല്ലാം നശിച്ചു പോകും. നമുക്കാണെന്നുണ്ടെങ്കിൽ സ്നോ മാറിയപ്പോ തൊട്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ വെക്കണം, കിളിക്കണം എന്നൊക്കെ, കിളിപ്പിക്കണം. ഇന്ന് മാറും നാളെ മാറും നോക്കി കണ്ണിൽ എണ്ണ ഒഴിച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പക്ഷെ ഇത് ആ ചെടിയൊക്കെ കണ്ടോ, അതിനൊക്കെ ചെറുതായിട്ട് ഇലകളൊക്കെ വന്നു ശരിക്കും കണ്ടോ, പച്ച കളറായി. ഇതാ ഈ നിക്കുന്ന ചെടി, ഈ ചെടി ചെറിയ പച്ച കളറായി ഇങ്ങനെ വരുന്നുണ്ട്. അതെ, അതിൽ നാമ്പുണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ കിളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരാഴ്ച പോലും വേണ്ട, മൊത്തം അങ്ങ് ഇവിടെ പച്ച കളറാകും, മുഴുവൻ ചെടി കയറി വളർന്ന്. അതെ, പച്ചക്കറികളൊക്കെ കഴിച്ചിട്ട് എത്ര നാളായില്ലേ നമ്മുടെ നാട്ടിലെ പച്ചക്കറികളൊക്കെ. അതെ, കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് നമ്മൾ നാട്ടിലൊന്നും പോകുമ്പോൾ നമുക്ക് അങ്ങനെ അത്രയൊന്നും കഴിക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ സാഹചര്യങ്ങളും ആ തിരക്കും പോക്കും വരവും പിന്നെ എന്താണ് പറയുന്നത് ചൂടും ക്ലൈമറ്റും എല്ലാം കൂടെ കൊണ്ട് നമുക്ക് കഴിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഇവിടെ കിട്ടും. നമ്മൾ ഏഷ്യൻ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരും. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അത്രയും വില കൊടുത്തൊക്കെ അത് വാങ്ങിക്കാന്ന് പറയുന്നത് തന്നെ അതിൽ നല്ല മീറ്റ് വാങ്ങിച്ചു. ആക്ച്വലി എന്താന്ന് പറയട്ടെ,
ഇപ്പം എനിക്കാണെങ്കിൽ ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്ന ഇഷ്ടം. അത് പുതിയ സിനിമയൊക്കെ കണ്ടിട്ട് ആസ്വദിച്ചിരുന്ന് കഴിക്കുന്ന ഇഷ്ടം. പക്ഷെ വീട്ടിലൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്നേരം TV തന്നെ കാണാൻ പറ്റത്തില്ല. നമ്മളെ അച്ഛനും അമ്മയും റിലേറ്റീവ്സോ ആരെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ കാണും എല്ലാ ദിവസവും. അപ്പൊ അവരുടെ കൂടെ ഒക്കെ ഇരിക്കുമ്പോൾ നമ്മൾ സിനിമയൊക്കെ കണ്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റത്തില്ല. ആസ്വദിച്ചാണ് കഴിക്കുന്നത്. എന്നാലും നമ്മുടെ പേഴ്സണലി എനിക്ക് ഇഷ്ടം ഇങ്ങനെയാണ്, സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കാൻ. അത് നമുക്ക് ഇവിടെ മാത്രമേ പറ്റത്തുള്ളൂ അല്ലേ? കാരണം നമ്മളിപ്പോ വീട്ടിലിരുന്ന് ഇപ്പൊ TV കണ്ടോണ്ടിരുന്ന് കഴിക്കുകയാണെങ്കിൽ അച്ഛനും അമ്മയും വഴക്ക് പറയും, മോനെ TV നിർത്തി വിട്ടിരുന്ന് കഴിക്കുക അങ്ങനെ ഇങ്ങനെയാന്ന് പറയും. അപ്പൊ നമ്മൾ കഴിക്കത്തില്ല. പക്ഷെ എനിക്ക് ഇപ്പോഴും ഇഷ്ടം, ഞാൻ ഇപ്പൊ കഴിച്ചു കഴിഞ്ഞാല് ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുമ്പോഴും ഞാൻ എന്തെങ്കിലും കണ്ടോണ്ടേ കഴിക്കത്തുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അതെ, TV കാണുക, ഭക്ഷണം കഴിക്കുക നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹോബിയാണത്. അപ്പൊ അങ്ങനെയുള്ള നിമിഷങ്ങളൊന്നും നമുക്ക് നാട്ടിൽ പറ്റത്തില്ല. പിന്നെ നാട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതെന്ന് വെച്ചാൽ പച്ചക്കറി നമ്മൾ അന്നേരം കഴിക്കത്തില്ല. നമ്മൾ അന്നേരം കഴിക്കുന്ന മീനുകളായിരിക്കും, മീനുകളെ ഇറച്ചി. അതെന്താന്ന് എനിക്കറിയില്ല, അവിടെ കിട്ടുന്നത് നോക്കി ഇവിടെ കിട്ടാത്തത് കൊണ്ടാണ്. മീനുകളെ ഇറച്ചികളും ഒക്കെ ആയിരിക്കും കഴിക്കുന്നത്. ഇവിടെ വന്നിട്ട് നമ്മൾ ആലോചിച്ച് കുറച്ച് പയർ മെഴുക്കുവരട്ടി കഴിക്കേണ്ടിയായിരുന്നു, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി കഴിക്കേണ്ടിയായിരുന്നു, അവിയൽ കഴിക്കേണ്ടിയായിരുന്നു, സാമ്പാർ കഴിക്കേണ്ടിയായിരുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും, വിഷമിച്ച് അതൊക്കെ കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത്. അതൊക്കെയാണ് ഇപ്പൊ നമുക്ക് വെണ്ടയ്ക്ക കിട്ടി കഴിഞ്ഞ ആഴ്ച. ഞാനത് എത്ര സന്തോഷത്തോടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞെന്നറിയാമോ? അയ്യോ, ഞങ്ങൾ കുറെ പൈസ കൊടുത്ത് വെണ്ടയ്ക്ക വാങ്ങിച്ചു. 5-6 വെണ്ടയ്ക്കേ ഉള്ളൂ, പക്ഷെ എത്ര രൂപയാണ് നമ്മൾ അതിന് വേണ്ടി കൊടുത്തത്. ഇഷ്ടം പോലെ വീട്ടിൽ വെണ്ടയ്ക്ക പിടിച്ച് നിൽക്കുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് അതൊക്കെ കഴിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ അല്ലേ? ഇപ്പൊ 2 ദിവസം മുന്നേ ഞാൻ വീട്ടിൽ വിളിച്ചപ്പോ എന്റെ സിസ്റ്ററിന്റെ വീട്ടിൽ അമ്മയുണ്ടായിരുന്നേ. അപ്പൊ അവര് ചക്ക ഇട്ട്, അവര് ചക്കയാണെങ്കിൽ തോരൻ വെക്കാൻ പോകുന്നു. ചക്ക വിളഞ്ഞില്ല, അതുകൊണ്ട് വേവിക്കാൻ പറ്റത്തില്ല. ചക്കത്തോരൻ വെക്കാൻ പോകുന്നു. അത് തൊലി ഇങ്ങനെ ചെത്തിയിട്ട് അത് തോരൻ വെക്കുവോ മെഴുക്ക് വരട്ടോ ഒക്കെ ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ പറ്റുന്നു. പിന്നെ മാങ്ങയെല്ലാം പഴുത്തു. നാട്ടില് മാങ്ങയുടെ ചക്കയുടെ ഒക്കെ സീസണാണ്. ചൂടാണെങ്കിൽ ഇതൊക്കെ കിട്ടുന്നുണ്ടല്ലോ, ഇതൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ കുറെ മാങ്ങ അവര് പറിച്ചിട്ട് ഉണക്കി വെച്ചേക്കുന്നു അച്ചാറിടാൻ വേണ്ടിട്ട്. അപ്പൊ കുറച്ചും കൂടെ കഴിയുമ്പോൾ പിള്ളേരുടെ സ്കൂള് തുറക്കും. പിന്നെ പിള്ളേർക്ക് സ്കൂളിൽ പോകണമെങ്കിൽ എന്നാ അച്ചാറൊക്കെ വേണ്ടേ? അതെ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ വായിൽ ഇങ്ങനെ കപ്പൽ ഓടിക്കാനുള്ള വെള്ളം വരും എന്നുള്ളതല്ലാതെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. കാരണം അത്രയ്ക്ക് കൊതിയാണ് ഈ കാര്യങ്ങളോടൊക്കെ അല്ലേ? നന്നായിട്ടൊന്ന് കഴിക്കാനും ആസ്വദിക്കാനും ഒന്നും പറ്റുന്നില്ലല്ലോ. ചില സമയത്ത് നമ്മൾ ഓർക്കും എന്തോ ആണല്ലേ നമ്മുടെയൊക്കെ ലൈഫ് എന്ന്. ചിലപ്പോഴൊക്കെ നമുക്ക് ശരിയാണ്, ഹാപ്പി ആയിട്ട് ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഒറ്റയ്ക്കൊക്കെ താമസിക്കാൻ പറ്റും. പക്ഷെ ഈ ഭക്ഷണത്തിന്റെ കാര്യം ആലോചിക്കുമ്പോൾ മാത്രമാണ് എനിക്കൊരു വിഷമം. അതെ, ബാക്കി എല്ലാ രീതിയിലും നമുക്കിവിടെ ഓക്കെയാണ്. ഭക്ഷണം മാത്രമാണ് ഇഷ്ടപ്പെട്ട. ഞങ്ങള് നല്ല ഭക്ഷണ പ്രിയരാണ്. നാട്ടിലെ ഭക്ഷണം നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. അതെ, ഒരു വട്ടം ഞാൻ സ്റ്റേക്ക് ഉണ്ടാക്കിയ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് പലരും പറഞ്ഞു നമ്മുടെ നാട്ടിലെ ഭക്ഷണത്തോളം ഒന്നും വരത്തില്ലല്ലോ. അങ്ങനെയല്ല, നമ്മുടെ നാട്ടിലെക്കാട്ടിൽ നല്ല ഭക്ഷണങ്ങളുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ഭക്ഷണമാണ് വലുത്. നമ്മുടെ നാട്ടിലെയാണ് ഏറ്റവും നല്ലതെന്ന്. പക്ഷെ അങ്ങനെ കരുതരുത്, നമുക്കാണ് അത് ഏറ്റവും നല്ലത്. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഇഷ്ടപ്പെടണമെന്നില്ല. അതെ, ഇപ്പൊ അച്ചാറൊക്കെ കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ അച്ചാറുകളൊന്നും അവര് കഴിച്ചിട്ടേ ഇല്ല. അവർക്കൊക്കെ പിക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ ഉപ്പിലിട്ട ഒരു സാധനമാണ്, അത് മാത്രമാണ്. നമ്മൾ ഈ പിക്കിൾ എന്ന് പറയുന്നത് മുളകും മസാലയും അതും ഇതും എല്ലാം ഇട്ട് നമുക്ക് പേഴ്സണലി അതാണ് ഇഷ്ടം, അവർക്ക് അതാണ് ഇഷ്ടം. അതാണ് അതുപോലെ തമ്മിലുള്ള വ്യത്യാസം അങ്ങനെയാണ്. അതുപോലെ വേറെ ഓരോരുത്തരൊക്കെ പറയും നമ്മുടെ നാടിനോളം വരുമോ അവിടെ ഇവിടെ എന്നൊക്കെ. നമ്മുടെ നാടാണ് ഏറ്റവും നല്ലതെന്നൊക്കെ. ശരിക്കും നമ്മുടെ നാടാണോ നല്ലതെന്ന് നമുക്ക് മറ്റുള്ളവരോട് നമുക്ക് പറയാനൊക്കത്തില്ല. നമുക്ക് മാത്രമാണ് നമ്മുടെ നാട് നല്ലത്. നമുക്ക് നമ്മുടെ നാട് എപ്പോഴും നല്ലതാണ്. പക്ഷെ ഈ ലോകത്ത് ഏറ്റവും നല്ലത് നമ്മുടെ നാടാന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ഒരുപാട് പേര് ഇങ്ങനെ കമന്റ് ഇടും നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്ക്. ചില ആൾക്കാരൊക്കെ പറയാനുണ്ട്, എന്തായാലും നമ്മുടെ നാടിന്റെ അത്രയും വരത്തില്ല, നമ്മുടെ നാടാണ് സ്വർഗം എന്നൊക്കെ. സ്വർഗമാണ് നമ്മുടെ നാട്, നമുക്ക് സ്വർഗമാണ്. പക്ഷെ മറ്റുള്ളവർക്ക് നമ്മുടെ നാട് സ്വർഗം ആവണമെന്നില്ല. നമുക്ക് എപ്പോഴും നമ്മുടെ നാടും നമ്മുടെ ഭക്ഷണങ്ങളും എല്ലാം നല്ലത് തന്നെയാണ്. ഹേവക്കുട്ടൻ തന്നെ മടി കയറി ഇരിക്കാൻ വന്നു. ഹേവക്കുട്ടി ഇരുന്ന ഭാഗത്തോട്ട് പുകയടിച്ചപ്പോൾ അവൾ ഇറങ്ങി ഓടിയതാണേ. എന്താ കോൺ റെഡി ആയിട്ടുണ്ട്. മധുരം ഉണ്ടോ അച്ഛേ? ടേസ്റ്റ് ഉണ്ടോ? ഇച്ചിരി ഇങ്ങോട്ട് വന്നേ. ഇയാൾക്കും തരാം, ഇയാൾക്കുള്ളതല്ലേ ഇത്, വന്നെടുത്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഗ്ലൗസ് ഊര് എന്നിട്ട് കഴിക്കും. സോസേജ് എല്ലാം എന്താ ഗ്രില്ലായി കിട്ടിയിട്ടുണ്ട്. ചിക്കൻ ഇനി റെഡി ആവണം. ചിക്കൻ താമസമാണല്ലോ. ഒന്നാച്ചേ ഒരു സോസേജ് കഴിക്കും. പിന്നെ ആവി വറക്കുന്ന സോസേജ് നല്ല തണുപ്പത്തിങ്ങനെ ചൂടോടെ കഴിക്കാൻ ആണ് ഗുപ്തൻ ഇഷ്ടം അല്ലേ? എങ്ങനെയുണ്ട് ഡയോക്കൂട്ടാ? സൂപ്പർ അല്ലേ? രണ്ടാമത്തെ പീസാണ് ഇപ്പൊ തിന്നുന്നത്. ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഒരെണ്ണം ഫുള്ള് ഇപ്പൊ അവള് കഴിച്ചു. പിന്നെ ഇനി ആകെ ഒരെണ്ണേ ഉള്ളു നമുക്ക്.
പിന്നെ സോസേജ് കഴിച്ചു നമ്മൾ ഓരോന്നും. ഏവക്കൂട്ടന് വേണോ സോസേജ്? വേണോ? വേണ്ട, വയറ് നിറഞ്ഞു കാണും. വേണോ? ചിക്കനും വേണ്ട. കുറച്ചൊക്കെ കൊടുക്കും, പക്ഷേ കുഞ്ഞിന് ചിക്കനും ഒന്നും ഇപ്പം അങ്ങോട്ട് അത്ര ഇഷ്ടമൊന്നുമല്ല. അതെ, മീൻ എത്ര കൊടുത്താലും തിന്നാം, ഭയങ്കര ഇഷ്ടമാണ്. നമുക്കാണെങ്കിൽ ഇവിടെ മീൻ അങ്ങനെ കിട്ടത്തുമില്ല, നാട്ടിലെ പോലത്തെ വെറൈറ്റീസ് ഒന്നും. പിന്നെ നമ്മൾ ആകെ വാങ്ങിക്കുന്നത് സാൽമൺ, പിന്നെ ഇവിടുത്തെ കിട്ടുന്ന ഈ ലോക്കൽ ഫിഷ് ഒക്കെയാണ്. പലപ്പോഴും ഈ എന്താണ് തായ്ലാൻഡ് ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും നാട്ടിലെ പോലത്തെ മീൻ കിട്ടും. അത്ര നല്ലതൊന്നും അല്ല, ഫ്രോസൺ ആയിരിക്കും. അതൊക്കെ കൊണ്ടുവന്ന് കൊണ്ടായി കൊടുക്കും. അവർക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നല്ല. ഗ്രില്ല് ചെയ്തൊക്കെ ഓരോന്നോരോന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം തീരാറായി, ഇനി ചിക്കൻ മാത്രമേ ഉള്ളൂ. ചിക്കനും കൂടെ ഒന്ന് ആയി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അറ്റാക്കാണ്. അതെ, അതിൻ്റെ ഇടയ്ക്ക് വെന്തോന്ന് നോക്കിയതേ, തീരാറായി. ഇവിടെ ഗ്രില്ല് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒന്നും കാണത്തുമില്ല. അപ്പോൾ അതേ ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനി ആകെ കുറച്ച് ചിക്കനും ഒരിച്ചിരി കോണും മാത്രമേ ഉള്ളൂ. അതിപ്പോൾ എന്തായാലും നമുക്ക് അകത്ത് കൊണ്ട് വെച്ച് സ്വസ്ഥമായിട്ട് വന്ന് വല്ലതും കണ്ടോണ്ടിരുന്ന് കഴിക്കാം അല്ലേ? കാരണം വെളിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാറ്റടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പുകയടിക്കുവാണ്. കാറ്റിങ്ങനെ കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ മുകളിലാണെങ്കിൽ കണ്ടോ, സ്കൈ എല്ലാം ഇങ്ങനെ ഇരുണ്ട് കൂടി മഴ വരാൻ പോകുന്നത് പോലെ അങ്ങ്. ഇനി മഞ്ഞ് പെയ്യുമോന്നാ എനിക്കറിയാൻ വയ്യ. അതെന്തായിരിക്കും ഇങ്ങനെ ഇരുണ്ട് കൂടുന്നത്? അപ്പൊ ഇനി മഴയായിരിക്കും പെയ്യാൻ പോകുന്നത് മഞ്ഞിന് ശേഷം. ചിലപ്പോ ആയിരിക്കും, കാരണം അത്രയ്ക്ക് ഇങ്ങനെ ഇരുണ്ട് കൂടിയതേ. ഇപ്പത്തെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചിപ്പോണ്ട്. ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ കാർമേഘങ്ങളെല്ലാം ഇങ്ങനെ ഇരുണ്ട് കൂടുന്നു. വല്ലാത്ത വെതർ, വാട്ടെ വെതറേ, വാട്ടെ വെറുതെ അല്ലേ അല്ലേ പറയുന്നേ? ഏതോ ഒരു അതെ, നമ്മുടെ ഈ സൈഡുകളിലൊക്കെ കൂടുതൽ സ്നോ വീണേ. അതെ, അങ്ങോട്ടൊക്കെ ഹെൽസിങ്കി ഏരിയകളിലൊന്നും ഇത്രയൊന്നും വീണില്ലെന്നാ തോന്നുന്നു. വീഴാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതെ, ഓരോരുത്തർ കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവിടെ ഒന്നും അധികം വീണില്ലാന്ന്. ചില ഭാഗങ്ങളിലൊക്കെ മാത്രമേ വീണിട്ടുള്ളൂ. ഇവിടെ നല്ല രീതിയിൽ എന്തായാലും വീണു. അപ്പൊ സ്നോയിങ് കഴിഞ്ഞെന്നാ തോന്നുന്നത്. ഇനി എന്തായാലും മഴയാകാം, നമുക്ക് നോക്കാം വൈകിട്ട് മഴ പെയ്യുമോന്ന്. അപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീയൊക്കെ ഓഫാക്കിയിട്ട് അകത്ത് പോവാം. നല്ല മഴക്കോള് പോലെ. പിന്നെ അതോട്ട് ഇച്ചിരി സ്നോ കോരി ഇട്ടാൽ മതി, അപ്പൊ അതങ്ങ് ഓഫാകും. പിന്നെ അങ്ങനെയാണ് നമ്മൾ ഓഫാക്കുന്നത്. തീ എങ്ങനെ ഓഫാക്കുമെന്നാ കുഞ്ഞ് ചോദിക്കുന്നത്. അതെ, എന്താ ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. വളരെ എളുപ്പം അങ്ങ് പുക വരുന്നുണ്ടോ? വാ, ഇതിനകത്ത് ഇങ്ങനെ നടക്കാം. നിഴലായി ഒഴുകി വരും ഞാൻ യാമങ്ങൾ തോറും. പണ്ട് തീയിടുമ്പോ ഇങ്ങനെ അല്ലായിരുന്നോ വീട്ടില്? കരിയിലോട്ട് പ്രേതമാണെന്ന് പറഞ്ഞു നടക്കും. ഇപ്പൊ ഒറിജിനൽ പ്രേതമായല്ലേ? മിക്സ് ചെയ്യുമ്പോ നല്ലയാ അല്ലേ? സ്നോ വെച്ച് പുകയിട്ടോണ്ടിരിക്കും. അതിപ്പോ ഐസായിട്ട് വെള്ളമാകും ഇതിനകത്ത് കിടന്ന് അല്ലേ? ഉരുകി അങ്ങ് പോകും. അതിൽ കിടന്ന് കത്തുന്നല്ലേ? ഭയങ്കര കാറ്റ്. നമ്മുടെ ഇതെല്ലാം തണുത്തു പോകും. അകത്ത് കൊണ്ടുപോട്ടെ കേട്ടോ അച്ഛേ. അങ്ങനെ അതെ, നമ്മളെല്ലാം റെഡിയാക്കി അകത്ത് കൊണ്ടുവന്ന് ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും സിനിമ കാണണം, കുറച്ച് റിലാക്സ് ചെയ്യണം, കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. ഇതൊക്കെ തന്നെ പരിപാടി അല്ലേ? പിന്നെ ഞങ്ങൾക്ക് ഉറങ്ങണ്ടേ? ഞങ്ങൾക്ക് ആകെ വീക്കെൻഡ് മാത്രമേ, എനിക്കാകെ വീക്കെൻഡ് മാത്രമേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്കും അച്ഛനും ഒക്കെ ഇഷ്ടമുള്ളപ്പോ ഒക്കെ ഉറങ്ങാമല്ലോ. നിങ്ങളെ പോലാണോ ഞാൻ? അതെ, ഡേ കെയറിൽ ഒരു മണിക്കൂറൊക്കെ ഉറങ്ങുന്നതാണ്. അപ്പൊ ഇന്നും ഉറങ്ങണം. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അല്ലേ? ബൈ ബൈ. അവിടെ സോസേജ് പൊളിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും ബൈ ബൈ പറയുമോ? അങ്ങനെ ദേ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് സ്നോ എല്ലാം ഏകദേശം ഉരുകി കണ്ടില്ലേ? ഇനി കുറച്ചൊക്കെ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാം ഉരുകി പോയിട്ടുണ്ട്.